ഹലോ ഗോയ്സ്, അപ്പോൾ ഇങ്ങനെ ന്യൂ ഇയർ ഒക്കെ എല്ലാവർക്കും കളറല്ലേ. അപ്പോൾ ഇവിടെ എൻ്റെ ന്യൂ ഇയർ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്, പക്ഷേ എങ്ങനെയാണ് ഞാൻ മോൾഡീവ്സിൽ എൻ്റെ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫുഡാണ്. നമ്മൾ ഉണ്ടാക്കിയത് പൊറോട്ടയും ബീഫുമായിരുന്നു. കുറേ കാലമായിട്ട് കഴിക്കാൻ വിചാരിക്കുന്നതാണ് കേട്ടോ. ഇവിടെ കിട്ടാത്തതുകൊണ്ടും ഇവിടെ ഉണ്ടാക്കാൻ പൊറോട്ട ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പരീക്ഷണം കൂടിയായിരുന്നു, പക്ഷേ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ്. അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അപ്പോൾ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ഫുഡ് കിട്ടി. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി, ഫുഡൊക്കെ കഴിച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര നമ്മൾ ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ, നാട്ടിലെ ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന പോലത്തെ ബീഫ് കറി, അത്രയും ടേസ്റ്റുള്ള ബീഫ് കറി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കി വന്നപ്പോൾ ഞങ്ങൾ പറ്റിപ്പോയതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വയറൊരു ഫില്ലായേ. പിന്നെ നമ്മൾ പുറത്തിറങ്ങും, നോർമലി നൈറ്റ് ആണല്ലോ പ്രോഗ്രാം. അങ്ങനെ എല്ലാവരും കൂടി, ഫ്രണ്ട്സ് എല്ലാവരും കൂടി നമ്മൾ പുറത്ത് പോവാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ബീച്ച് സൈഡിൽ ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുമ്പോഴുള്ള എൻട്രൻസിൽ കാണുന്ന ലൈറ്റ്സാണിത്. എത്തിക്കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു സെറ്റിങ്സ്. മൊത്തം ഫോറിനേഴ്സ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു അറിഞ്ഞത് വെച്ച് ഒരു 1000-ഓളം ഗസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും ഫോറിനേഴ്സ് ഇവിടെ. ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ പോകുന്നു, പട്ടീഷ് ഇറക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ബാൻഡാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ബാൻഡൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ 24 ഇവർ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി 2024 ഉണ്ടായിരുന്നു, പക്ഷേ കത്തി വന്നപ്പോൾ 24 മാത്രമേ കത്തിയുള്ളൂ. പക്ഷേ പോട്ടെ, 25 വന്നല്ലോ എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ അതെല്ലാം തീർന്ന് അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഹാപ്പി ന്യൂ ഇയർ 25 ഒക്കെ എഴുതി കാണിച്ച്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൽ ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ വരും, ലൈറ്റ്സിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ വരും. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഈ ബീച്ചുള്ളതിൻ്റെ, ഇവിടെ ഇവർക്ക് ബീച്ചുള്ളതിൻ്റെ ഒരു ബ്യൂട്ടി അത് നമ്മൾ ശരിക്കും ഫീൽ ചെയ്യുന്നത് ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴാണ്. നല്ല ക്രൗഡഡ് ആയിരുന്നു. കുറേ ഞാൻ പറഞ്ഞല്ലോ, ഫോറിനേഴ്സായിട്ടും നമ്മളും പാർട്ട് ഓഫ് ദാറ്റ് ആണ്. അങ്ങനെ അതിൻ്റെ ക്രൗഡ് ഉണ്ടായിരുന്നു. അതല്ലാതെ ഇവിടെയുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല ക്രൗഡഡ് ആയിരുന്നു. അറ്റ് ദ എൻഡ് ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ഫയർ വർക്സിലാണ്. അത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ എൻജോയ് ചെയ്ത് ശരിക്കും നമ്മളിങ്ങനെ അതിൽ ആസ്വദിച്ച് നിന്ന് പോയൊരു മൊമെൻ്റ് ആയിരുന്നേ. വീഡിയോ എടുക്കുന്നത് ശരിക്കും ഞാൻ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് പിടിച്ച് ഞാൻ നോക്കുന്നത് മൊത്തം ക്യാമറയിലൂടെ ആയിരുന്നില്ല. എനിക്കതെല്ലാം നല്ല ഭംഗിയായിട്ട് കിട്ടി എന്നുള്ളതിൽ പിന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി തോന്നി. അങ്ങനെ ഫയർ വർക്സ് ആയിരുന്നു എൻഡ് ആവുന്നത്. നല്ല ഭംഗിയിൽ ഈ രാത്രി ഇതിങ്ങനെ എന്താ പറയുക, ഗ്ലിറ്റേഴ്സ് ഇങ്ങനെ മിന്നി മറിയുന്ന കാണാൻ എന്താ പറയുക, ഞാൻ വല്ലാണ്ട് പോയിട്രിലേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ ഒരു രസം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നടക്കുന്ന സമയത്തൊക്കെ ഈ കവരെന്നല്ലേ പറയുക, ഈ സംഭവം ഈ കടലിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എന്തോ തിളങ്ങുന്ന സാധനം ഓടി ചെന്ന് പിടിക്കാനൊക്കെ തോന്നിപ്പോകുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് അതും കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അവസാനമായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പോയി പിzzയും വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ അന്നത്തെ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞ പോലെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.